നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിരഞ്ജൻ സാർ, സാർ, എന്താ ഡോക്ടർ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഡോക്ടർ മാറണം. ഞങ്ങൾക്ക് തെളിവെടുപ്പ് നടത്താനുള്ളതാണ്. സുനിത മർഡർ കേസുമായി ബന്ധപ്പെട്ട ഒരു സത്യമാണ്, ഒരു വെളിപ്പെടുത്തലാണ് എനിക്ക് നടത്താനുള്ളത്. എന്ത്? പറയാം. നിങ്ങൾ കരുതും പോലെ ഡോക്ടർ സുനിതയെ കൊന്നത് അക്ഷരയല്ല, പിന്നെ ഞാനാ. ഞാനാ ഡോക്ടർ സുനിതയെ കൊന്നത്. സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഡോക്ടർ സുനിതയുടെ കഴുത്തറുത്ത് കൊന്നത് ഞാനാ. നിരഞ്ജൻ. അതെ സർ, പരസ്യമായി എന്നെയും അക്ഷരയും അപമാനിച്ചതിനുള്ള മറുപടി. നമ്മുടെ ആശുപത്രിയെ തകർക്കാൻ ശ്രമിച്ച എന്റെ പ്രതികാരം. അക്ഷരയുടെ കാറിൽ ബോഡി വെച്ചതും ഞാനാണ് സർ. ആ കാറിൽ കൊണ്ടുപോകുന്നതാണ് സേഫ് എന്ന് കരുതി. ഇതാണ് സർ സത്യം. ഇത് മാത്രമാണ് സത്യം. എല്ലാം ഞാൻ പറയാം. എല്ലാ തെളിവുകളും ഞാൻ തരാം. ശരി സാർ. ഡോക്ടർ,
അക്ഷര മേഡം ജയിലിൽ പോകുന്ന കരുതിയപ്പോ ഡോക്ടർ നിരഞ്ജൻ മഹാത്യാഗിയുടെ വേഷം കെട്ടി അകത്ത് പോയിരിക്കുന്നു. ആ അതിപ്പോ ആരകത്ത് കിടന്നാലും നമുക്കൊരുപോലെ അല്ലേ വിശാൽ സാറേ? അല്ല, അക്ഷര മേഡത്തിന് കോടതി ജാമ്യം കൊടുക്കുമായിരിക്കും അല്ലേ? കൊടുക്കും. നമ്പർ 1, ഡോക്ടർ നിരഞ്ജൻ സ്വമേധയെ കുറ്റം ഏറ്റെടുത്തു. നമ്പർ 2, സ്ത്രീ എന്ന പരിഗണന. നമ്പർ 3, ഒരു ചെറിയ പെൺകുട്ടിയുടെ അമ്മ. അക്ഷരയ്ക്ക് കണ്ടീഷണൽ ബെയിൽ ഉറപ്പാ. നിരഞ്ജൻ കുറ്റം ഏറ്റെടുത്തപ്പോ ആദ്യം ഒരു നിരാശ തോന്നിയെങ്കിലും ഇപ്പൊ ചിന്തിക്കുമ്പോ അത് തന്നെ നല്ലത്. പ്രൊട്ടക്ടർ തന്നെ അകത്ത് കിടക്കട്ടെ, നമുക്ക് പണി എളുപ്പമായി. സത്യത്തില് സുനിത ഡോക്ടർക്ക് എന്തായിരിക്കും സംഭവിച്ചത്? ചത്തുപോയി, അത്ര തന്നെ. എടോ, ഭൂമിയിൽ സുനിതയുടെ റോൾ അവസാനിച്ചു. ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് സുനിത യാത്ര ചെയ്യാ. ഇപ്പോ ആരായിരിക്കും ഡോക്ടർ സുനിതയുടെ കഴുത്തറുത്തത്? ആരായിരിക്കും? സാറാണോ? ദേ, അനാവശ്യ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച വായിക്കിടക്കേണ്ട നാവ് നാക്കിലേരിക്കും. അല്ല, സാറിന്റെ അടുത്ത പദ്ധതി എന്താ? അക്ഷര ഹോസ്പിറ്റലും വീടും രണ്ടും ഉടനെ എന്റെ പേരിൽ വരും. അവര് തരുവോ? തരണ്ട, ഞാൻ വാങ്ങിച്ചോളാം. റിമാൻഡ് തടവുകാരനായി ജയിലിൽ പോകുന്ന നിരഞ്ജൻ ഇനി ഒരിക്കലും തിരിച്ചു വരരുത്. ജയിലിൽ വെച്ച് ഒരു കാർഡിയക് അറസ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും അപകടകാരിയായ സഹതടവുകാരന്റെ കൈകൊണ്ട് മരണം. അത് കാലം ഐഡിയ പഴയതാ, പക്ഷേ ഇപ്പൊ നമുക്കിത് ആവശ്യം. പുതിയ രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. പാവം നിരഞ്ജൻ ഡോക്ടർ, അയാൾ ഈ വിധി സ്വയം ഇരുന്ന് വാങ്ങിച്ചതാ. വക്കീലേ, ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു. സുനിത ഡോക്ടർ ഒപ്പിട്ട് തന്ന പരാതികൾ എല്ലായിടത്തും എത്തിച്ചില്ലേ? ഓക്കെ, ഗുഡ്. ഞാൻ വരുവാ.